നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. മൈക്രോ പ്ലാസ്റ്റിക്കിന്റെ അപകട സാധ്യതകൾ കുട്ടികളിൽ എത്തിക്കുന്നതിനായി കണ്ണൂർ ബ്ലോക്ക് പഞ്ചായത്ത് തയ്യാറാക്കിയ കൈപ്പുസ്തകം സ്കൂളുകളിൽ വിതരണം ചെയ്തു. കണ്ണൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC ജിഷ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. കേരളത്തിൽ ആദ്യമായാണ് ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനം ഇങ്ങനെയൊരു റിപ്പോർട്ട് തയ്യാറാക്കിയത് എന്ന പ്രത്യേകതയും ഉണ്ട്. അടുക്കളയിലെ പ്ലാസ്റ്റിക് കട്ടിംഗ് ബോർഡും കിണറുവലിയും ഒക്കെ അപകടകരമാണെന്ന് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നുമുണ്ട്. പ്രശസ്ത പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ ഡോക്ടർ MK സതീഷ് കുമാറിന്റെ നേതൃത്വത്തിൽ മണിപ്പാൽ യൂണിവേഴ്സിറ്റിയിലെ ഗവേഷകരും വിദേശ സർവകലാശാലയിലെ വിദഗ്ധരുമാണ് കണ്ണൂർ ബ്ലോക്ക് പഞ്ചായത്തിന് വേണ്ടി പഠനം നടത്തിയത്. ബ്ലോക്ക് പരിധിയിലെ ആശാ വർക്കർമാർ നടത്തിയ ജനകീയ സർവേയിലെ വിവരങ്ങളും കുട്ടികൾക്ക് നൽകുന്ന പഠന റിപ്പോർട്ടിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. നാം നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന പല പ്ലാസ്റ്റിക് വസ്തുക്കളും മനുഷ്യ ശരീരത്തെ അപകടകരമായി ബാധിക്കുന്നുവെന്ന് കണ്ണൂർ ബ്ലോക്ക് പഞ്ചായത്ത് പഠന റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. കിണറിലെ നൈലോൺ കയറും അടുക്കളയിലെ പ്ലാസ്റ്റിക് കട്ടിംഗ് ബോർഡും കിണറുവലിയും അപകടകരം തന്നെയാണ്. കേരളത്തിൽ ആദ്യമായാണ് ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനം ഇങ്ങനൊരു റിപ്പോർട്ട് തയ്യാറാക്കിയത്. അടുക്കളയിൽ പാത്രം കഴുകുന്ന സ്ക്രബ്, സ്ത്രീകൾ ഉപയോഗിക്കുന്ന ലിപ്സ്റ്റിക്, കിണറിൽ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് വലകൾ തുടങ്ങിയ നിരവധി വസ്തുക്കൾ വഴി പ്ലാസ്റ്റിക്കിന്റെ കണങ്ങളായ മൈക്രോ പ്ലാസ്റ്റിക്കുകൾ നദികളിലും കടലിലും കൂടുന്നതുകൊണ്ട് മത്സ്യങ്ങൾ വഴി മനുഷ്യരിലെത്തുന്നതായും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ടെന്ന് ഡോക്ടർ MK സതീഷ് കുമാർ പറഞ്ഞു. ബ്ലോക്ക് പഞ്ചായത്ത് തയ്യാറാക്കിയ കൈപ്പുസ്തകം വാർത്താ സമ്മേളനത്തിൽ പ്രകാശനം ചെയ്തു. അതോടൊപ്പം കുട്ടികളിലൂടെ നമ്മൾ ഇന്ന്, അതായത് 27-നാണ് ഈ പുസ്തകം കുട്ടികളുടെ കയ്യിലേക്ക് കൊടുക്കുന്നത്. നമുക്കറിയാം, ഇന്ന് സ്കൂൾ അടക്കുകയാണ്. ബാക്കിയുള്ള പുസ്തകങ്ങളൊക്കെ കൈയൊഴിഞ്ഞ് അവരുടെ കയ്യിൽ പുതിയ പാഠപുസ്തകങ്ങളുടെ കൂടെ കണ്ണൂർ ബ്ലോക്ക് പഞ്ചായത്ത് അവരുടെ കയ്യിലേക്ക് കൊടുക്കുന്ന ഒരു പുസ്തകമാണിത്. അത് കുട്ടികളെ ആകർഷിക്കുന്ന തരത്തിലാണ് ഈ പുസ്തകം നമ്മൾ വിഭാവനം ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ഓരോ കാര്യങ്ങളും, എന്താണ് മൈക്രോ പ്ലാസ്റ്റിക്, എന്താണ് നാനോ പ്ലാസ്റ്റിക്, അതെങ്ങനെ എത്തുന്നു, അതിനെന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുന്ന ഒരു നല്ല ഒരു പുസ്തകമാണ് നമ്മൾ കുട്ടികളുടെ കയ്യിൽ നിന്ന് കൊടുക്കുന്നത്. തീർച്ചയായും അവരുടെ പരീക്ഷാ തിരക്കുകൾ കഴിഞ്ഞ് അവർ ഫ്രീ ആവുമ്പോൾ നമ്മുടെ നാട്ടിലുള്ള കാര്യങ്ങൾ അവരുടെ ഉള്ളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. വൈസ് പ്രസിഡന്റ് അബ്ദുൾ നിസാർ വായ്പറമ്പ്, ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ P പ്രസീത, ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി സീമ കുഞ്ചാൽ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. സിറ്റി ന്യൂസ്, കണ്ണൂർ.